നമ്മുടെ പതിവ് സ്പോട്ട് മാറ്റിപ്പിടിച്ച് ഞാനിന്നലെ പോർച്ചുഗലിന്റെ കളി കാണാൻ പോയത് കോഴിക്കോട് റഹ്മാൻ ബസാറാണ്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പം അത്രയും വലിപ്പം ഇല്ല. ഇവിടെ ഒരു പാർക്ക് സെറ്റപ്പാണ്. ഒരു ചെറിയ ഗാലറിയൊക്കെ പണിതിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലും കസേരകളൊക്കെ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ബാക്കിൽ ഒരു ചെറിയ ഗാലറി പണിതിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാം. ഒരുപാട് പേരെ കൊണ്ടില്ലെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് കളി കാണാൻ പറ്റും. നല്ല വൈബായിരിക്കും. ഇത്രയും ആളുകൾ വന്നാൽ തന്നെ അറിയാലോ. 9, 9:30 മണിയാകുമ്പോൾ തന്നെ ഇത്രയും ആളുകൾ വന്നിട്ടുണ്ട് കളി കാണാൻ വേണ്ടിയിട്ട്. 10:30 മണിക്കായിരുന്നു കളി. നമുക്ക് സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ദാ ഞാനും ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ച് കളി കാണാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ വൃത്തിക്ക് കാണാം. ആളുകൾ നല്ല വൈബിലാണ്. ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, റൊണാൾഡോ ഫാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല വൈബോടെ കളി ആസ്വദിച്ച് അങ്ങനെ തുടങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക ആദ്യത്തെ ഗോൾ വന്നു. പുള്ളി അതിൽ നിർത്താൻ തയ്യാറില്ലായിരുന്നു. പിന്നെയും പിന്നെയും പുള്ളി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ ഗോളും വന്നു. ആഘോഷങ്ങൾ അടങ്ങുന്നേയില്ല. വൻ 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 സെലിബ്രേഷൻ. ഒരു ഗംഭീര പടത്തിന് തിയേറ്ററിൽ കാണുന്നതിന്റെ ഡബിൾ 10 ഇരട്ടി എഫക്റ്റ് ആയിരുന്നു. ഇവര് ഫാൻസിന്റെ കൂടെ ഇരുന്ന് കളി കാണാൻ വേണ്ടിയിട്ട് അമ്മാതിരി ആഘോഷം. ഒരു സെക്കൻഡ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഫുൾ ടൈം ഇവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അണ്ണന്റെ ഗോളുകളും ശ്രമങ്ങളും ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള പല മൂവുകളും എല്ലാം വൻ സെലിബ്രേഷൻ ആയിരുന്നു അവിടെ. എല്ലാവരും ഫാൻസും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ അണ്ണൻ്റെ ആ തിരിച്ചുവരവ് 2 ഗോളുകൾ ആഘോഷിച്ചു. പിന്നെ പോർച്ചുഗൽ രണ്ടെണ്ണത്തിൽ നിർത്താൻ തയ്യാറില്ലായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചതിന് പിന്നിൽ പിന്നെ അവർ 3 അടിച്ച് 5-0 ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര എഫക്റ്റ് ആയിരുന്നു ഈ കളി മൊത്തം അവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ സെലിബ്രേഷൻ, മൊത്തം സെലിബ്രേഷൻ, ഒരു രക്ഷയില്ല. ഫുൾ ടൈം അണ്ണൻ്റെ പേര് വിളിച്ച് പറഞ്ഞും ആ സിയു ഒക്കെ ഇട്ടും അവർ ഭയങ്കര രീതിയിലത് അങ്ങനെ പറയാലോ. മൊത്തത്തിലുള്ള ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അവർ പിന്നെയും പിന്നെയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കളി കഴിഞ്ഞിട്ടും അവിടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ലായിരുന്നു. പോർച്ചുഗൽ ഫാൻസിന്റെ ഒരു വൺ ട്രീറ്റ് തന്നെയായിരുന്നു ഈ മത്സരം. എന്താ പറയാ, എതിരാളികൾ അത്ര സ്ട്രോങ് അല്ല എന്നൊക്കെ പറയാമെങ്കിലും ഒരു അവരുടെ ഇഷ്ടം ഉള്ള താരം ഗോളൊക്കെ അടിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കണ്ടില്ല. സെലിബ്രേഷൻ ഒന്നും അവസാനിക്കുന്നില്ല. കളി കഴിഞ്ഞിട്ടും ഒടുക്കത്തെ ആഘോഷമായിരുന്നു. എല്ലാ ചെറിയ കുട്ടികൾ മുതൽ പല പ്രായത്തിലുള്ള ആളുകൾ ആ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഫാൻസും ഉണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോർച്ചുഗൽ ഫാൻസിനും റൊണാൾഡോ ഫാൻസിനും നല്ലൊരു രാത്രിയാണ് ഇന്നലെ കടന്നു പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു അവസാന സെലിബ്രേഷൻ, അവസാന ഭാഗ സെലിബ്രേഷനാണ് നിങ്ങൾ കാണുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.